തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയിൽ ബി.ജെ.പി. ആകെ മൊത്തത്തിൽ വെട്ടിലായ അവസ്ഥയാണ്. പരാതി പ്രളയമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിലേക്ക് വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് മുന്നിൽ പരാതി പ്രളയമാണ്. ന്യൂനപക്ഷ വോട്ട് പിടിക്കാൻ 2 കോടി വാങ്ങിയെന്നാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉയരുന്ന ആക്ഷേപം. പണം തിരിച്ചടയ്ക്കാൻ സ്ഥാനാർത്ഥിക്കും മണ്ഡലം ഭാരവാഹിക്കും നിർദ്ദേശം നൽകി എന്ന വിവരവും പുറത്തേക്ക് വരുന്നു. എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കിയ താരങ്ങൾക്ക് ഓഫർ ചെയ്ത തുക നൽകിയില്ല എന്നതാണ് ഉയരുന്ന മറ്റൊരു പരാതി. എറണാകുളം ജില്ലയിൽ താര സ്ഥാനാർത്ഥികൾക്ക് നൽകിയ കോടികൾ ചിലവാക്കിയില്ല എന്ന പരാതിയും എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്ത ഓഫീസിലെ CCTV കാണാതായി എന്നാണ് തൃശൂരിൽ നിന്നുള്ള പരാതി. ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പാർട്ടി ഫണ്ടിൽ നിന്ന് നേതാക്കൾ ലോൺ തിരിച്ചടവ് നടത്തിയെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോടും തൃശൂരും എറണാകുളത്തും നിരവധി പരാതികളാണ് വരുന്നത്. സംസ്ഥാന കമ്മിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ട പരാതി ഉയർന്നിരുന്നത്. 2020 സ്ഥാനാർത്ഥിയാകാൻ ഓഫർ ചെയ്ത പണം നൽകിയില്ല എന്ന് കാട്ടി സ്ഥാനാർത്ഥിയായ താരങ്ങൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ ബി.ജെ.പിയിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടായേക്കുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ക്രമക്കേട് കണ്ടെത്താൻ മണ്ഡലമടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കാണ് നീക്കം. നിരവധി പരാതികളാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് ഉയരുന്നത്. ഫണ്ടിൽ നേരത്തെ മണ്ഡലതലം മുതൽ കേന്ദ്രതലം വരെ ഓഡിറ്റ് നടത്തിയെന്നായിരുന്നു ബി.ജെ.പി. നൽകിയിരുന്ന വിശദീകരണം. പിന്നാലെയാണ് കോടികളുടെ ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പ്ലക്കാർഡ് വാങ്ങിയതിലടക്കം ക്രമക്കേട് ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതിൽ വരെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കൊടി വാങ്ങിയെന്ന് കാട്ടി വ്യാജ ബില്ല് സമർപ്പിച്ചതിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന ആരോപണം കൂടി ഉയർന്നിരുന്നു. 3.25 ലക്ഷം രൂപയ്ക്ക് കൊടി വാങ്ങിയെന്ന വ്യാജ ബില്ലിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല എന്നാണ് ആരോപണം. വാമനപുരം സ്വദേശിയായ കടയുടമ വെഞ്ഞാറമ്മൂട് പോലീസിലാണ് പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ പണം തട്ടാൻ ഉപയോഗിച്ച ബില്ല് പ്രചരിച്ചിരുന്നു. ഏജൻസിയുടെ പേരിലുള്ള ബിൽ വഴി പണം തട്ടിയത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലക്കാരനായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഏജൻസിയിൽ കൊടി വിൽക്കാറേയില്ലായിരുന്നു എന്നാണ് കമ്പനി ഉടമ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിൽ കടയുടമ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിട്ടില്ല എന്ന ആരോപണം അടക്കം ഉയർന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം പല ജില്ലകളിലും ഇതുപോലെ തട്ടിപ്പ് നടന്നിരുന്നു, ഫണ്ട് തിരിമറി നടന്നിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. രാജീവ് ചന്ദ്രശേഖരന് മുന്നിലേക്ക് നിരവധി പരാതികൾ എത്തുന്നു എന്ന ചില റിപ്പോർട്ടുകളും വരികയാണ്.